പറയുന്ന വെല്ലൂർ ഹോസ്പിറ്റലിൽ. സോ അവിടെയാണ് ഇവനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിന് ഇഞ്ചെക്ഷൻസ് ആണ് വരുന്നത്. ഈ ഇഞ്ചെക്ഷൻ ഇറ്റ് വിൽ കോസ്റ്റ് ഏകദേശം ഒരു ഷോർട്ട് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് 40,000+ ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതിന് കൂടുതലേ അതിന് ചിലവ് വരുള്ളൂ. അപ്പോൾ സോ ഇവന് ട്രാവലിംഗ് ആണെങ്കിലും നമുക്കൊക്കെ യാത്ര ചെയ്യുന്ന പോലെ വെറുതെ ബസ്സിനും ട്രെയിനിനോ ഒന്നും കയറി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ അവൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവൻ്റെ ബോഡിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ലൈക്ക് അവൻ്റെ ഉമ്മ ഇന്നലെ പറയുണ്ടായി. ഇപ്പോൾ ഉമ്മ അല്ലാണ്ട് വേറെ ആരെങ്കിലും അവൻ എടുത്തു കഴിഞ്ഞാൽ എല്ലിന് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി ഉണ്ടെന്ന് പറയുണ്ടായി. അപ്പം അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടത് പയ്യൻ അത്രയും വേദന സഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കൊണ്ട്. ഇത് നമ്മൾ അറിയാൻ ലേറ്റായി എന്നുള്ളതിൽ നമ്മൾക്ക് വളരെ എല്ലാവർക്കും വളരെ അധികം ഖേദവും വിഷമവും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ എടുത്തപ്പം ഫസ്റ്റ് ടൈം ഈ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അതിൻ്റെതായ ഒരു ചേഞ്ച് അവനുണ്ടായിരുന്നു. അവന് എണീറ്റ് നിൽക്കാൻ പറ്റിയിരുന്നു. അതുപോലെ വാക്കർ വെച്ച് നടക്കാൻ വരെ പറ്റിയിരുന്നു എന്നുള്ളൊരു സംഭവം നമ്മൾ ഇന്നലെ അവൻ്റെ ഉമ്മ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നു. സോ ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് ഇപ്പം നമുക്ക് അവന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് 3 മാസമായിട്ട് തന്നെ ഷിമിർ അത് മുടങ്ങി കിടക്കുകയാണ്. അപ്പം ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇനി അവനക്ക് ഒരിക്കലും അത് നിൽക്കാതെ നമ്മളെ പയ്യനെ അത് 100% റിക്കവറി എന്നുള്ളതല്ല ഇതിന്റെ മോട്ടീവ്. അതായത് അവന്റെ കുടുംബം അവന് വഴി നടത്തണം എന്ന് അവനക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹവും എല്ലാരും ജീവിക്കുന്ന എന്തിനാ, എല്ലാരും പണിക്ക് പോകുന്ന എന്തിനാ, എല്ലാരും രാവിലെ തൊട്ട് വൈകുന്നേരം കഷ്ടപ്പെടുന്ന എന്തിനാ. നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഉമ്മാനെ വിഷമിപ്പിക്കരുത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം ഈ പറഞ്ഞ പോലെ. അങ്ങനെ ഞാൻ എന്നെ ഇതാക്കി പറയുന്നില്ല, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പത്തികം ഇത് ചുറ്റുപാടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഈ പറഞ്ഞ പോലെ അറിയാം ഒരു ആളെ വിഷമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ അടക്കം അത്രയും എന്നോട് ഇമോഷണലായിട്ട് ഇതിനു മുമ്പ് ഇതാക്കി. എൻ്റെ ഉമ്മ അങ്ങനെ വേറെ ലൈവ് കാണാറില്ല ശരിക്കും പറഞ്ഞാൽ. ഇവൻ്റെ ഉമ്മാൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മാത്രമാണ് എൻ്റെ ഉമ്മ വന്ന് എന്താന്ന് ചോദിച്ചതും ഈ പറഞ്ഞ പോലെ ഇതാക്കിയതും. ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണോ കൈസ് അത് നമ്മൾ ചെയ്യുകയെന്നുള്ളതാണ്. കാരണം അതെ, അതിപ്പോ ഞാൻ ഇന്നലെ പറയട്ടെ, 1 രൂപ മുതൽ 30,000 40,000 വരെ അയച്ച ആൾക്കാർ നമ്മളെ സ്ട്രീമിൽ വന്നു പോയതാണ്. അപ്പം ഈച്ച് ആൻഡ് എവറി റുപ്പീസ് കൗണ്ട്സ് ആണ് ഗൈസ്. കാരണം ഇപ്പോൾ ഇതിൽ 1-2 കാര്യം കൂടി എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ട്രീറ്റ്മെന്റിന്റെ കേസ്, 2 ഷെയ്ക്ക് പുറത്താണോ വന്നിട്ടില്ല തോന്നുന്നു, വരാണ് വിസി വരും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അവൻ്റെ 2 കാര്യങ്ങളാണ്. ഒന്ന് അവൻ്റെ എഡ്യൂക്കേഷൻ്റെ കേസ്, അത് നമ്മൾ ഓൾറെഡി മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കാര്യത്തിലും ജാസിമോനിക്ക് ഒരു കാരണവശാലും ഒരു മുടക്കം വരാതെ നമ്മൾ നോക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം അവൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 100% റിക്കവറിയിലുപരി അവനക്ക് ആ പെയിൻ ഇല്ലാതെ അവനക്ക് ആ റിക്കവർ ചെയ്യാണ്ട് എല്ലിന് ബലം വന്നു കഴിഞ്ഞാൽ വിത്ത് സപ്പോർട്ട് ഓഫ് വാക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അവന് നടക്കാനും അവൻ്റെതായ ജോലിക്ക് പോകാനും പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കിട്ടും. അപ്പം അതിന് വേണ്ട എഡ്യൂക്കേഷൻ ഒരു സൈഡിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവൻ്റെ നമ്മൾ പറയുകയാണെങ്കിൽ അവൻ്റെ ഫുഡിൻ്റെ കേസാണ്. ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുന്ന, ഞാൻ പറഞ്ഞു ഇത് ഈ സംഭവം ഈ കൊളാജൻ ടൈപ്പ് ഉണ്ടാക്കുന്നത് പ്രോട്ടീൻസിൽ നിന്നാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന നോർമൽ ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഒന്നും പോരാ അവൻ്റെ ബോഡിയിൽ. കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന നോർമൽ എന്ത് കഴിച്ചാലും ബോഡി അത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സോ അവനെ സംബന്ധിച്ച് ഇച്ചിരി കൂടുതൽ പ്രോട്ടീൻസ് ആവശ്യമായതുകൊണ്ട് തന്നെ നട്ട്സും മറ്റു കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഫുഡ് നിർബന്ധമായതുകൊണ്ട് ഇറ്റ് വിൽ കോസ്റ്റ് അറൗണ്ട് 1,500 രൂപ അവനക്ക് ഒരു ദിവസത്തെ ഫുഡിൻ്റെ ചിലവ് വരും എന്നുള്ളതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അവൻ്റെ ഉമ്മ എന്ന് പറയുന്നത് ലൈക്ക് 10,000-5,000 രൂപയ്ക്ക് ശമ്പളത്തിന് ജോലിക്ക് പോകുന്ന ഒരു ഉമ്മയാണ്. അപ്പോൾ ആ ഉമ്മ കുടുംബം നടത്താൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അവൻ്റെ ഉമ്മ ഇന്നലെ പറഞ്ഞ വാക്കുകളിൽ നിന്നും കേട്ടത് എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതെന്താണ്, ഇതൊരു ജെനറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ് കഴിച്ചത്. അതായത് ഓൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ചെയ്യൂല, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് വന്നതോ, അല്ലെങ്കിൽ നമ്മളെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വന്നതോ, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് വന്നതോ, കള്ളു കുടിച്ചിട്ട് വന്നതോ അല്ല ഇത് ഗൈസ്. ഈ പറയുന്ന പോലെ ഓൻ്റെ മനസ്സിലായോ, ഓൻ്റെ ജെനറ്റിക്കലായിട്ട് ഓന് കിട്ടിയതാ. അതായത് ജെനറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം അത് ഭയങ്കര ഹെൽപ്ലെസ് ആയ ഒരു സിറ്റുവേഷനായി ജെനറ്റിക്കലായിട്ട് ഇഷ്യൂസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ വരുത്തി വെച്ചാണെങ്കിൽ നമുക്ക് പറയാം ഇത് പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു
അവസ്ഥയിൽ അത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പൈസന്റെ ആ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പറ്റാവുന്നത് എത്ര കാലം എന്നാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം എനിക്ക് കിട്ടുന്നതിൽ നിന്നൊരു പങ്ക് ഇതിന്ന് ഇതാക്കാനാണെങ്കിലും ഞാനത് തയ്യാറാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ നമ്മളെ കൂടെ ഉള്ള അതിൻ്റെ അല്ല കഴിച്ചാൽ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ സഹായിക്കുന്നതല്ല. നമുക്ക് അറിയുന്ന നമുക്ക് പറ്റാവുന്ന ആള് നമുക്ക് അറിയുന്ന സിറ്റുവേഷൻ സിൻസിയറാണ് ഇതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കണം. കാരണം അത് തന്നെയാണല്ലോ നമ്മൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതുവരെ. അല്ലാണ്ട് പിന്നെ കാര്യമില്ലല്ലോ നമ്മളൊരു ഇതിൽ ജീവിക്കുന്നതിന്. അക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ അപ്പാപ്പനുണ്ടാവും, അപ്പാപ്പനൊരു പ്രശ്നം വന്നാൽ സഹായിക്കാൻ ഞാനുണ്ടാവും. അങ്ങനെയാണ് കഴിച്ച് നമ്മൾ പോകേണ്ടത്. മനസ്സിലാവും? മനുഷ്യന്മാരാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ നാളെ കാല് വീണ് പൊട്ടി ചിലപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ആക്സിഡന്റ് ആകും. ആർക്കും എന്ത് സംഭവിക്കാം. നമ്മൾ ആരെയും ഒന്നും നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി പറ്റൂല. ഒന്നും ഒരു ഗ്യാരണ്ടി ഒന്നുള്ള കേസൊന്നുമില്ല. നമ്മൾ ഇന്നും നാളെ എല്ലാവരും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷേ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ടോക്സിക് ആണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞത് ഇതൊന്ന് തന്നെ മാറി ഇന്നലെ നമുക്കതൊരു വലിയൊരു സംഭവമായിട്ട് കാണിക്കാനും കൂടി പറ്റിയെന്നുള്ളത് അതിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യം. കാരണം ഒരാവശ്യം നമ്മൾ പയ്യന് വന്നപ്പോൾ മൊത്തം കമ്മ്യൂണിറ്റി ഒന്നിച്ച് നിന്നതും മൊത്തം ഓഡിയൻസും കൂടെ നിന്നതും വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. സോ ഇതിന് എഫേർട്ട് എടുത്ത എല്ലാ സ്ട്രീമേഴ്സ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക്സ് പറയാണ്. പിന്നെ ഇപ്പോൾ ഇതിൽ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എത്രയാണ് വേണ്ടത് എമൗണ്ട്. ഗൈസ് ഇതിലൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിനൊരു ടാർഗറ്റ് വെച്ചിട്ട് ഇത്ര ലക്ഷം രൂപ ഓപ്പറേഷനോ അല്ലെങ്കിൽ സർജറി ഒന്നും അല്ല. ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഇത്ര ഉണ്ടായ കാര്യങ്ങൾ നടക്കും എന്ന് പറയാൻ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു ലെവൽ ട്രീറ്റ്മെൻറ്റ് ഓരോ ലെവലായിട്ട് ചെയ്തു പോകേണ്ട ഇഞ്ചെക്ഷൻസും ട്രീറ്റ്മെൻറ്റ്സും ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലെവൽസ്. അപ്പം അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിനാരിയോ. അപ്പോൾ അവൻ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് എമൗണ്ടിൻ്റെ ഡിഫറൻസ് മാറി മാറി വരും. സോ ഇപ്പം കിട്ടിയതുകൊണ്ടൊന്നും എല്ലാം കഴിഞ്ഞു പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. സോ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ, എനിക്കും അത്രേ പറയാനുള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മളിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല. അപ്പോൾ പറ്റുന്ന ആൾക്കാർ പറ്റുന്ന പോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കും. അത് ഇത്ര ടൈമിലേക്കോ ഇത്ര കാലത്തേക്കോ വേണ്ടി മാത്രം ചെയ്യരുത്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഒരു 50 റുപ്യ നിങ്ങളതിൽ കിട്ടുന്ന ഒരു 10 റുപ്യ 5 റുപ്യ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക. അത് നമുക്ക് അല്ലാ നാളെ ചിലപ്പോൾ അത് 20 ആക്കി തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. മനസ്സിലാവും? അങ്ങനെ പോവുക. വേറെന്താ ചെയ്യണ്ടേ? അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ ശരി, സിറ്റി കാണാം. എന്താ നിന്റെ ഡി സി നോക്കണ്ടല്ലോ. ഡി സിയിൽ എന്താണെന്നൊന്നും അവസ്ഥ അറിയില്ല കേട്ടാ. ഡി സി നോക്കണ്ടല്ലോ. ഡി സി നോക്കണം ഗൈസ്. ഡി സി നോക്കണോ? ഡി സി നോക്കിയിട്ട് ആർ പി പോകണോ അല്ലെങ്കിൽ പറ ഡി സി പറയൂ. മങ്കിയും കയറാം. യെസ് ഡി സി ഓക്കെ. അല്ല ഡി സിയിൽ അപരാധം പ്രതീക്ഷിച്ച് ആരും ഇവിടെ നിൽക്കണ്ട. Step 1, Step 2.